ഈ വീഡിയോയിൽ ഈ ഫോം ഷീറ്റ് വെച്ച് ഈ റോസ് ക്ലിപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 0.8 mm തിക്നെസ്സുള്ള പിങ്ക് കളറിലുള്ളൊരു ഫോം ഷീറ്റാണ് എടുത്തേക്കുന്നത്. ഈ ഫ്ലവർ സ്റ്റെയിൻസിൽ ഞാനൊരു കാർഡ് സ്റ്റോക്കിൽ വരച്ച് വെട്ടിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് ആ ഫോം ഷീറ്റിൽ വെച്ചിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കറക്റ്റായിട്ടൊന്ന് ട്രേസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ല ഷാർപ്പായിട്ടൊരു സിസേഴ്സ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഫ്ലവർ ഷേപ്പിൽ ആ സെഗ്മെൻറ്റ്സിൻ്റെ ഇടയിലൊക്കെ ഓരോ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ കറക്റ്റ് ഒരു ഫ്ലവർ ഷേപ്പിൽ നമുക്കത് പിന്നീട് കിട്ടുള്ളൂ. ഇനി ഇതുപോലെ ഒരു 4 പെറ്റൽ കൂടി ചെയ്തെടുക്കാനുണ്ട്. അത് ട്രേസ് ചെയ്യുക, ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു അയൺ ബോക്സ് സെറ്റ് ചെയ്ത് വെക്കണം. അത് ഏറ്റവും ലോ ഹീറ്റിൽ വേണം വെക്കാനായിട്ട്. ഹൈ ഹീറ്റ് ആയാൽ പറ്റത്തില്ല, അതിൻ്റെ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. ഇനി ആ ചൂടായിട്ടുള്ള അയൺ ബോക്സിലേക്ക് നേരെ വെച്ച് കൊടുക്കുക നമ്മുടെ ഫോം ഷീറ്റ്. അത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതൊന്ന് ബൾക്കി ആയിട്ട് ഒരു ബബിൾ പോലെ നമുക്ക് വരുന്നത് കാണാം. അപ്പോൾ തന്നെ നമ്മളത് എടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മളുടെ വിരൽ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ പോലെ നമുക്ക് കിട്ടും. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം. 5 പെറ്റലും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 3 പെറ്റൽ മാറ്റി വെച്ചിട്ട് ഈ 2 എണ്ണത്തിൽ നിന്ന് നമ്മൾ ആ സെഗ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ആ കർവ്സ് പോലെയുള്ളത്, അതിങ്ങനെ ഓരോ സെഗ്മെൻ്റായിട്ട് നമ്മളത് കട്ട് ചെയ്ത് എടുക്കണം. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് വേറൊരു പീസുമായിട്ട് ഇതുപോലെ എഡ്ജസിൽ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ 3 പീസസ് ഒരു സെറ്റായിട്ടും 5 പീസ് വേറൊരു സെറ്റായിട്ടും നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇനി അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഏറ്റവും അടിയിലായിട്ട് കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഒരു ടൂത്ത് പിക്കിലേക്ക് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നല്ല ചൂടുള്ള ഗ്ലൂ ആയിരിക്കും, അതുകൊണ്ട് ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ആ 3 പീസ് ഒട്ടിച്ചേക്കുന്ന ഒരു സെറ്റില്ലേ, അതെടുക്കുക. കറക്റ്റായിട്ട് ആ പെറ്റൽസൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതിന് ശേഷം ആ 5 പീസസ് വരുന്ന സെറ്റ് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ റോസിൻ്റെ സെൻറ്റർ പോർഷൻ കറക്റ്റായിട്ടുണ്ട്. ഇനി അടുത്ത പെറ്റൽ എടുക്കുക. അത് ഈ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതുപോലെ കുത്തി എടുത്തിട്ട് ആ സെൻറ്റർ പോർഷനിലേക്ക് കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള 2 പെറ്റൽസും ആ കർവ്സ് എല്ലാം കറക്റ്റായിട്ട് കാണാൻ പാകത്തിന് അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ആ ടൂത്ത് പിക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഊരിയെടുക്കാം. ഇനി ഇലകൾ പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പിങ്ക് കളറ് ചങ്കി ലെതർ ഷീറ്റ് എടുക്കുന്നുണ്ട്. അതിൻ്റെ 2 റെക്റ്റാങ്കിൾ പീസസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 3x4 ആണ് സൈസ് വരുന്നത്. ഇനി അത് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം ലാമ്പ് ഉപയോഗിച്ചിട്ട് എഡ്ജസൊക്കെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുകയും വേണം. ഇനി ഈ ലീഫ് 2ഉം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ മേലേക്ക് ആ ലീഫിൻ്റെ മുകൾ ഭാഗം മാത്രം കാണാൻ പാകത്തിന് നമ്മുടെ റോസും കൂടി ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഈ റോസ് ഫ്ലവർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 3 സെൻറ്റിമീറ്റർ ഡയയിൽ ഒരു ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിങ്ങനെ മടക്കി വെച്ചിട്ട് 2 കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ആ മേൽഭാഗം, ആ ടോപ്പ് പോർഷൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ പാകത്തിന് നല്ല സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കയറ്റി വയ്ക്കുക. ഇനി നല്ല സ്ട്രോങ് ആയിട്ടൊരു B6000 എന്ന് പറയുന്ന ഗ്ലൂ എടുത്ത് ഞാനത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ ഒരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി ഉണ്ടാക്കി വെച്ചേക്കുന്ന റോസ് ഈ ഫെൽറ്റിൻ്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കാം.
അതോടുകൂടി നമ്മുടെ റോസ് ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ AI ഹെൽപ്പോടുകൂടി ഒരു കുട്ടി ഇത് വെയർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു പിക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ മറക്കരുതേ. താങ്ക്